രണ്ട് US യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടിരിക്കുകയാണ് ഇറാൻ. F-15ഉം A-10 വാർത്തോഗ് വിമാനവുമാണ് തകർത്തത്. ഹോർമുസ് കടലിടുക്കിന് സമീപം വെച്ച് ഇറാൻ വെടിവെച്ചിട്ട വാർത്തോഗ് വിമാനത്തിലെ 2 പൈലറ്റുമാരും സുരക്ഷിതരാണ്. തെക്കൻ ഇറാനിൽ തകർന്നു വീണ F-15ലെ ഒരു പൈലറ്റിനെ ഇസ്രായേൽ രക്ഷപ്പെടുത്തി. ഒരാളെ കാണാനില്ല. ഇയാളെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് ഇറാൻ പാരിതോഷികം പ്രഖ്യാപിച്ചു. USഉം തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 2 യുദ്ധവിമാനങ്ങൾ തകർന്നത് ചർച്ചകളെ ബാധിക്കില്ലെന്നാണ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് UN-ൽ നടക്കാനിരുന്ന വോട്ടെടുപ്പ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധ വിജി ചേരുന്നുണ്ട്. അജയ്, ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തു എന്ന് ട്രംപ് പറയുന്നു. അതിന് പിന്നാലെ ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനത്തിനൊടുവിൽ അതിനും പിന്നാലെ ഇപ്പോൾ ഇതാ ഇറാൻ US-ന്റെ 2 യുദ്ധവിമാനങ്ങൾ തകർത്തിരിക്കുന്നു. ട്രംപ് പറഞ്ഞതൊന്നും ഒരു കഴമ്പില്ല എന്ന് വ്യക്തമാക്കുന്ന ആക്രമണമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇറാൻ യുദ്ധം കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണോ പോകുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ തന്നെ കടുത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇതിനെ സംബന്ധിച്ച് വന്നു തുടങ്ങിയിരുന്നു. പ്രധാനമായിട്ടും ഇസ്രായേൽ അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലുള്ള പല രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ തിരിച്ചടികൾ നടത്തിയിരുന്നു. ഇന്നലെ തന്നെ IRGC അവർ നടത്തിയിട്ടുള്ള ഒരു ഭീഷണി എന്ന് പറയുന്നത് തങ്ങളുടെ രാജ്യത്തുള്ള പാലം തകർത്തതിന് പകരമായി പശ്ചിമേഷ്യയിലുള്ള മുഴുവൻ പാലങ്ങളും തങ്ങൾ തകർക്കും എന്ന ഒരു ഭീഷണി കൂടി IRGCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇന്നലെ കുവൈറ്റിലുള്ള ഒരു എണ്ണ റിഫൈനറിക്ക് നേരെ ആക്രമണമുണ്ടായി. അതുപോലെ ആമസോണിന്റെ ഒരു ഡാറ്റാ സെന്ററിന് നേരെ ആക്രമണം നടന്നു. അത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം ഇന്നലെ തന്നെ നടന്നിരുന്നു. ഇന്ന് ഇപ്പോൾ സെൻട്രൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടന്നു. അവിടെ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഒരാൾക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുണ്ട്. അതുമാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചതാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായി തകർത്തു. അവർക്ക് നിലവിൽ മിസൈലുകളില്ല, അതുപോലെ തന്നെ എയർഫോഴ്സ് സംവിധാനങ്ങളില്ല, നാവികസേനയില്ല. ഇതെല്ലാം ട്രംപ് എണ്ണി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. മാത്രമല്ല പലതവണ അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ട് വഴി പല വീരവാദങ്ങളും നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞത് US-ന്റെ സേന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൈനിക ഫോഴ്സാണ്. ഇതിനെ തകർക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇറാനുള്ളിൽ ബാക്കിയുള്ള വസ്തുക്കൾ തങ്ങൾ നശിപ്പിച്ചു തുടങ്ങിയിട്ടില്ല. നിലവിൽ ഒരു പാലമാണ് ഞങ്ങൾ തകർത്തത്. ഈ പാലം ഇന്ന് തകർത്തെങ്കിൽ നാളെ ഇറാനിലുള്ള പവർ പ്ലാന്റുകളെ ലക്ഷ്യമിടും. ഇതൊക്കെയാണ് ട്രംപ് പറഞ്ഞ വീരവാദങ്ങൾ. എന്നാൽ ആ ഒരു പ്രസ്താവന ട്രൂത്ത് സോഷ്യൽ വഴി നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ US-ന്റെ 2 പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടിരിക്കുകയാണ്. ഒന്ന് തെക്കൻ ഇറാനിലൂടെ പറക്കുകയായിരുന്ന ഒരു F-15 വിമാനമാണ് ഇറാൻ വെടിവെച്ചിട്ടത്. ഇതിലെ 2 പൈലറ്റുമാരാണ് ഇതിലുണ്ടായിരുന്നത്. ഒരു പൈലറ്റ് സ്വയം ഇജക്ട് ചെയ്ത് ഈ തെക്കൻ ഇറാനിലെ തന്നെ ഒരു പ്രദേശത്ത് വീണിരുന്നു. ഈ പൈലറ്റിനെ ഇസ്രായേൽ സേന രക്ഷപ്പെടുത്തിയതായിട്ടാണ് അവരുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതിനുശേഷം രണ്ടാമതൊരു പൈലറ്റ് ഈ വിമാനത്തിൽ നിന്ന് ഇജക്ട് ചെയ്ത് തെക്കൻ ഇസ്രായേൽ ഭാഗത്ത് തന്നെ വീണിരുന്നു. പക്ഷേ ഈ പൈലറ്റിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു വിവരമില്ല. ഇയാൾ എവിടെയാണെന്നതിനെ പറ്റി ഇപ്പോൾ ആർക്കും ഒരു സൂചനയുമില്ല. ഇയാൾക്ക് വേണ്ടിയിട്ട് അമേരിക്കയും ഇറാനും ഒരു തെരച്ചിൽ റേസിൽ തന്നെ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരു റെസ്ക്യൂ റേസ് തന്നെയാണ് എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ സാധിക്കും. അതായത് ആദ്യം ആരുടെ കയ്യിൽ ഈ പൈലറ്റിനെ കിട്ടും എന്നതാണ് ഇവർക്കിടയിലുള്ള ഒരു മത്സരം എന്ന് പറയുന്നത്. ഇറാൻ ഔദ്യോഗികമായിട്ട് തന്നെ ഇറാൻ ഔദ്യോഗിക ഭരണകൂടം അവരുടെ സ്റ്റേറ്റ് സ്പോൺസേഡ് ചാനലുകൾ വഴി തന്നെ ഈ ഒരു പൈലറ്റിനെ ജീവനോടെ പിടികൂടുന്ന പൗരന്മാർക്ക് പാരിതോഷികം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തെക്കൻ ഇറാനിലുള്ള ഗവർണർ ഈ ഒരു പൈലറ്റിനെ ജീവനോടെയോ അല്ലാതെ കൊന്നോ പിടികൂടുന്ന പൗരന്മാർക്ക് വൻ പാരിതോഷികവും നിലവിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പാരിതോഷികം ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇറാൻ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തുന്നത്.
US-ന്റെ ഭാഗത്തു നിന്നും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ ശക്തമാണ്. ഈ ഹെലികോപ്റ്ററുകൾ വഴിയും മറ്റ് വിമാനങ്ങൾ വഴിയും ഒക്കെ ഇറാന്റെ തെക്കൻ മേഖലയിൽ US ശക്തമായിട്ടുള്ള തെരച്ചിൽ അതുപോലെ പെട്രോളിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഇടയ്ക്ക് പെട്രോളിംഗ് നടത്തുകയായിരുന്ന US-ന്റെ ഒരു ഹെലികോപ്റ്ററിന് നേരെ അവിടെ ഇറാന്റെ തദ്ദേശീയരായിട്ടുള്ള പോലീസ് ഫോഴ്സ് വെടിവെച്ചിരുന്നു. അപ്പോൾ ഈ വെടിവെക്കുന്ന ദൃശ്യങ്ങളടക്കം പിന്നീട് പുറത്തു വന്നതാണ്. ഈ F-15 വിമാനം വെടിവെച്ചിടുന്ന ദൃശ്യങ്ങൾ IRGC തന്നെ അവരുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനൽ വഴി പുറത്തുവിട്ടു. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നിലവിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ F-15 വിമാനം വെടിവെച്ചിട്ട് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അമേരിക്കയുടെ മറ്റൊരു വിമാനം കൂടി ഇറാൻ വെടിവെച്ചിട്ടിട്ടുണ്ട്. അത് എയർടെൻ വാർത്തോഗ് എന്ന് പറയുന്ന ഒരു വിമാനമാണ് ഇറാൻ രണ്ടാമതായി തകർത്തത്. ഹോർമുസ് കടലിടുക്കിന്റെ സമീപം വെച്ചായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത്. ഈ വിമാനത്തിലും 2 പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത്. രണ്ടുപേരും സെൽഫ് ഇജക്ട് ചെയ്ത് ഗൾഫ് മേഖലയിലേക്ക് വീണതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇവർ രണ്ടുപേരും സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങളുമുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് എയർടെൻ വാർത്തോഗ് എന്ന് പറയുന്ന വിമാനം തകരുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ നമുക്കതിൽ കാണാം, അതിൽ ആ വിമാനം കത്തുമ്പോൾ തന്നെ 2 പേർ അതിൽ നിന്ന് ഇജക്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഈ 2 പേരും നിലവിൽ സുരക്ഷിതരാണ്. എന്നാൽ ഈ F-15 വിമാനത്തിൽ നിന്ന് കാണാതായിട്ടുള്ള ഒരു പൈലറ്റ്, അയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തന്നെയാണ് നിലവിൽ ഒരു നിർണായകമായി തുടരുന്നത്. ഈ ഒരു ആക്രമണം നടന്നതായിട്ട് തന്നെ US വൃത്തങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് BBC ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതായത് US-ന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ആക്രമണം അവരുടെ ഭരണാധികാരികൾ ചില മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ BBC തന്നെ പറയുന്ന ഒരു കാര്യം, വൈറ്റ് ഹൗസ് ട്രംപിനോട് ഇക്കാര്യം വിശദമായി ബ്രീഫ് ചെയ്ത് നൽകിയതായിട്ടും പറയുന്നുണ്ട്. അതുപോലെ ട്രംപ് NBC ന്യൂസിന് നൽകിയിട്ടുള്ള ഒരു പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് 2 യുദ്ധവിമാനങ്ങൾ നശിച്ചു എന്നതുകൊണ്ട് ഈ സമാധാന ചർച്ചകൾക്ക് യാതൊരുവിധ കോട്ടവും വരില്ല എന്നാണ് ട്രംപ് പിന്നീട് NBC ന്യൂസിനോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്നാലും US-ന്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഔദ്യോഗിക പ്രതികരണങ്ങളോ പ്രസ്താവനകളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. അതാണ് അജയ് നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് പറഞ്ഞത് ഇന്ന് പാലമാണെങ്കിൽ നാളെ പവർ പ്ലാന്റുകളായിരിക്കും തകർക്കുക എന്നൊരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് US-ഉമായി ഒരു ധാരണയിലെത്തണമെന്നൊരു അന്ത്യശാസനം കൂടി ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാൻ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയൊരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ US-ന്റെ നിലപാട് എന്താണ്? ഇതിനൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? US-ന്റെ നിലപാട് അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. യാതൊരുവിധ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ അവർ ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല. ട്രംപിൻ്റെതായിട്ട് ഇപ്പോൾ ഇറാന്റെ വിഷയത്തിൽ ഏറ്റവും അവസാനമായി പുറത്തു വന്നത് ഇന്നലെ പാലം തകർത്തതിന് പിന്നാലെ നടത്തിയിട്ടുള്ള ഭീഷണിയാണ്. പാലം തകർക്കുന്ന ഇറാനിലുള്ള B1 എന്ന് പറയുന്ന ഇറാനിലെ ഏറ്റവും വലിയ ഒരു പാലമാണ് US ഇന്നലെ തകർത്തത്. തീർച്ചയായിട്ടും അത് ഇറാന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. 8 പേർ കൊല്ലപ്പെടുകയും ഇപ്പോൾ അതിൻ്റെ മരണസംഖ്യ ഉയർന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. 13 പേരായിട്ട് ആ മരണസംഖ്യ ഉയർന്നിട്ടുള്ളതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ. അതുപോലെ 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2 ആക്രമണങ്ങൾ ഈ പാലത്തിന് നേരെ നടത്തുകയായിരുന്നു. അപ്പോൾ ഈ പാലം വഴി യാത്ര ചെയ്തവരും അതുപോലെ തന്നെ റെസ്ക്യൂ മിഷന് വേണ്ടി അവിടെ എത്തിയവരും അടക്കമാണ് കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ പരിക്കേൽക്കുകയും അടക്കം ചെയ്തത്. ഇത് തീർച്ചയായിട്ടും ഇറാന് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഇറാനിലുള്ള സ്റ്റീൽ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് US-ന്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണം ഉണ്ടായിരുന്നു. ഇസ്രായേൽ തന്നെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് ഇറാനുള്ളിലെ 70% സ്റ്റീൽ ഫാക്ടറികളും തങ്ങൾ തകർത്തതായിട്ടാണ് അവരുടെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്. മാത്രമല്ല ഇറാനുള്ളിൽ തന്നെയുള്ള ഏതാണ്ട് 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു മെഡിക്കൽ റിസർച്ച് ഫെസിലിറ്റി സെന്റർ അത് ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു ഈ സംവിധാനങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ചാണ് US ഇപ്പോൾ 2ാമത്തെ ഘട്ടത്തിൽ ആക്രമണം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ ഈ സൈനിക കേന്ദ്രങ്ങൾ അതുപോലെ സൈനികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, ഈ സർക്കാർ ഓഫീസുകൾ, ഇതിലൊക്കെയാണ് US ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഹെൽത്ത് സെന്ററുകൾ, പാലങ്ങൾ, അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിലെ ആക്രമണം. ഇത് ട്രംപിന്റെ അദ്ദേഹം മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ട ആ ഒരു ഭീഷണിക്ക് പിന്നാലെയാണ് ഇത്തരം ആക്രമണങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇറാനെ ശിലായുഗത്തിന് സമാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് തങ്ങൾ കൊണ്ടുപോകും എന്നതായിരുന്നു ട്രംപിന്റെ ആ ഭീഷണി. അതുവഴി ഈ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഇത്തരം ഫെസിലിറ്റികൾക്ക് നേരെ ആക്രമണം നടത്തി ഇറാന് മേൽ കൂടുതൽ സമ്മർദ്ദം
സമ്മർദ്ദം ചെലുത്തി ഒരു സമാധാന കരാറിലേക്ക് കൊണ്ടുപോകാനായിരുന്നു US-ന്റെ കഴിഞ്ഞ ദിവസമുള്ള പദ്ധതി. എന്നാൽ ഇറാൻ അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കാൻ വഴങ്ങില്ല എന്നുള്ള കാര്യം അത് നമുക്ക് ഇന്നലെ തന്നെ ചില സൂചനകൾ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. അതായത് ഇറാൻ ആദ്യം തന്നെ ചെയ്തത് ഒരു ഡാറ്റാ സെന്ററിന് നേരെ, ആമസോണിന്റെ ഡാറ്റാ സെന്ററിന് നേരെ ആക്രമണം നടത്തുന്നു. അതുപോലെ തന്നെ കുവൈറ്റിലുള്ള എണ്ണ റിഫൈനറിക്ക് നേരെ ആക്രമണം നടത്തുന്നു. പശ്ചിമേഷ്യയിലുള്ള പാലങ്ങൾ തകർക്കുമെന്ന് ഭീഷണി മുഴക്കുന്നു. അതുപോലെ ഇന്നലെ ഒരു F-35 വിമാനം വെടിവെച്ചിട്ടതായിട്ട് IRGCയുടെ പ്രസ്താവനയുണ്ടായിരുന്നു. എന്നാൽ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. അതുപോലെ ഇന്നായപ്പോൾ 2 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തന്നെ തകർത്തു. അതും ഒന്ന് F-15 എന്ന് പറയുന്ന അവരുടെ ബില്യൺ കണക്കിന് ഡോളർ വിലയുള്ള ഒരു യുദ്ധവിമാനവും, അതുപോലെ തന്നെ മറ്റൊന്ന് ഏറ്റൻ വാർത്തോബ് എന്ന് പറയുന്ന മറ്റൊരു വിമാനം. ഈ 2 പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അമേരിക്കയുടെ വിമാനങ്ങൾ തകർത്തിരിക്കുന്നു. ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു. അപ്പോൾ